ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വി ആർ ഓൾസോ ഡൂയിങ് ഫൈൻ ഹിയർ. അപ്പോൾ ഇന്ന് അഗൈൻ ബാക്ക് ടു വീക്കെൻഡ്, ബാക്ക് ടു നമ്മുടെ വീഡിയോ എടുക്കൽ പരിപാടികൾ. അപ്പോൾ ഇന്ന് കുറച്ചധികം വീക്കെൻഡായിട്ട് നമ്മൾ പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് നമുക്ക് ഷാർജയിൽ പോകണം, അച്ഛൻ്റെ അടുക്ക പോകണം. പിന്നെ അവിടെ നമുക്ക് 1-2 അല്ലറ ചില്ലറ മീറ്റിങ്ങുകളുണ്ട്. അപ്പം അത് അറ്റൻഡ് ചെയ്യണം. പിന്നെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കിട്ടിയിട്ട് കുറച്ച് കാലമായില്ലേ. എൻ്റെ ഭർത്താവിൻ്റെ കാർ എനിക്ക് കിട്ടുന്നുമില്ല. അച്ഛൻ ചാർജയിലായതുകൊണ്ട് അച്ഛൻ്റെ കാർ എനിക്ക് അധികം കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് എപ്പോഴും ഒന്നിക്കുക അതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ടാക്സി, ഇവിടെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ടാക്സി ഫെയർ ഇസ് ലൈക്ക് ഹ്യൂജ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഞാനൊരു കുഞ്ഞി കാർ എടുത്താലോ എന്നുള്ള ഐഡിയ കുറച്ച് കാലമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു കാർ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ പോകണം. പിന്നെ എനിക്കൊരു ഷോപ്പിംഗ് കുട്ടി ചെയ്യണം എന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ഡേൻ്റെ അജണ്ട. സോ ഓൾറെഡി നമ്മൾ ലേറ്റായി. അത് ഞാൻ ഇങ്ങനെ എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ലേറ്റ് 8:45 ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ 7:30 എണീറ്റതാണ്. പക്ഷേ നടന്നില്ല. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 10 മണിയാവാനായി. അപ്പം നമുക്ക് വേഗം തന്നെ ഓടിപ്പോവാം. ഇതൊരു വീക്കെൻഡ് വ്ളോഗ് ആയതുകൊണ്ട് നമുക്ക് സാറ്റർഡേയിൽ വെച്ചിട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ ഇത്രയും കാലത്തെ പോലെ തന്നെ സാറ്റർഡേ ഞങ്ങൾ ഷാർജയിലോട്ട് പോവാണ് അച്ഛൻ്റെ അടുക്ക്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. എവിടെയെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ എനിക്ക് ഇടാനൊരു ഡ്രസ്സും ഇല്ല എന്ന് നിലവിളിച്ച് കരഞ്ഞിട്ടില്ല, എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇന്നും അപ്പോൾ അതിൽ ഞാൻ തെറ്റിച്ചിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ 3-4 ഡ്രസ്സ് ഇട്ടും മാറ്റി നോക്കിയതിന് ശേഷം അനിയത്തി നാട്ടിൽ നിന്ന് കൊണ്ടു തന്നൊരു ഡ്രസ്സായിരുന്നു ഇത് ഫൈനലൈസ് ആക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങി. ദുബായിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ വെറും 3.5 മണിക്കൂർ മാത്രം മതി എന്ന് പറയുന്ന എൻ്റെ ഭർത്താവിന് വേറെ ഒരു സ്ഥലത്തും ജീവിക്കാനോ അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യാനോ താല്പര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും കുറേ കാലം ഇവിടെ തന്നെയല്ലേ ജീവിക്കേണ്ടത് എന്നുള്ളൊരു ഡെസിഷൻ വന്നപ്പോൾ നമ്മളോട് അച്ഛനായിരുന്നു സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസോ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി നോക്കിക്കൂടെയെന്ന്. എങ്ങാനും തെറ്റി ഞാൻ കേരളത്തിലാണോ വന്നത് എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. കാരണം എവിടെ നോക്കിക്കഴിഞ്ഞാലും ഫുള്ള് പച്ചപ്പും ഹരിതാപവും മാത്രമായിരുന്നു കണ്ണ് കാണാനുണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. എവിടെ നോക്കിക്കഴിഞ്ഞാലും മരവും ചെടിയും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പൊള്ളുന്ന വെയിലത്ത് ഔട്ട്ഡോർ മീറ്റിങ്ങിന് സമ്മതിച്ച ആൾക്കാരിലെ മണ്ടന്മാർ ഞങ്ങൾ മാത്രമായിരിക്കും തോന്നും. ആദ്യം അവിടെ വെയിൽ കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ തണലത്ത് പോയി അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് ചില്ല് ചെയ്ത് തന്നു. അപ്പോൾ ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് മീറ്റിങ്ങിൽ പോവാം. ഫസ്റ്റ് നമ്മൾ അൽസഹിയയുടെ പ്രോപ്പർട്ടീസിലായിരുന്നു പോയത്. ഇപ്പം ഇവിടെ സെക്കൻഡ് അൽജാദയുടെ പ്രോപ്പർട്ടിയിൽ. നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ദുബായിലാണ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു GCC കൺട്രിയിലാണെന്ന്. ഐ എം ഷുവർ ഇപ്പം എല്ലാം കുറേ കൂടി എല്ലാവരും സസ്റ്റൈനബിലിറ്റിയും ഗ്രീനറിയും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സോ എവ്രിവേ യു സീ ഇറ്റ്സ് ഓൾ ഗ്രീൻ. ലൈക്ക് നമുക്ക് നാട്ടിലെ പച്ചപ്പും ഹരിതാപവും മിസ് ചെയ്യില്ല. ഇറ്റ്സ് ലൈക്ക് ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് ഓൾ ഗ്രീൻ. ഞാൻ സെക്കൻഡ് ടൈമാണ് ഇപ്പോൾ അൽജാദയിൽ വരുന്നത്. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് ഇയർ ഒക്ടോബറിൽ എന്തോ ആയിരുന്നു. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് ഇതും. ഈ പറയുന്ന പോലെ തന്നെ എല്ലായിടക്കും പച്ചപ്പും അങ്ങനത്തെ ഒരു സ്ഥലം. പിന്നെ ഇവിടെ ഫുഡ് ട്രക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈവനിങ് ഒക്കെ വരുന്ന കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമാണ്. ഇന്ന് അൽജാദയിൽ എന്തോ ഓപ്പൺ ഹൗസ് എന്തോ പരിപാടി നടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ക്രൗഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മീറ്റിംഗ് ഒക്കെ ഒരു 30-35 മിനിറ്റ്സിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മീറ്റിങ്സും കാര്യങ്ങളും കഴിഞ്ഞു. നൗ പോസ്റ്റ് മീറ്റിംഗ് അനലൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം. സോ വി ആർ ഹെഡിങ് ബാക്ക്. ഇനി അച്ഛൻ്റെ അടുക്ക പോകണം. കഴിഞ്ഞു. ഞങ്ങൾ ഉച്ചയ്ക്ക് വീട്ടിൽ പോയി എന്നിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് വീണ്ടും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് ആൻഡ് വി ആർ ബാക്ക്. മൈ ഡ്രൈവർ ഞങ്ങൾ വീണ്ടും അൽസഹിയയിൽ ആണ് അടുത്ത മീറ്റിംഗ് ഉള്ളത്. ആൻഡ് ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം എൻ്റെ കാറ് നോക്കാൻ പോകാൻ. ആണോ? ഇതും കൂടി കഴിഞ്ഞ് നമുക്ക് ഒരു സ്ഥലവും കൂടി പോകാനുണ്ട്. ആൻഡ് ഇന്നത്തെ ദിവസം ഭയങ്കര പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് ആണിത്. സഹിയയിലെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോയത് സസ്റ്റൈനബിൾ സിറ്റിയിലാണ്. ഇത് ഷാർജയിൽ നിന്ന് ഒരു 15-16 മിനിറ്റ് ദൂരമുണ്ട്. പറയുന്ന പോലെ തന്നെ കുറച്ചൊരു ഔട്ട്സ്കേർട്സിലാണ് ഈ സ്ഥലം വരുന്നത്. പക്ഷേ എന്നാലും എല്ലാ മേജർ റോഡ്സിലേക്കും കണക്ടിവിറ്റി എല്ലാം ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഭയങ്കര നേച്ചറിനോട് ചേർന്ന് നിൽക്കുന്നൊരു സ്ഥലം എന്നൊക്കെ പറയാം. അപ്പം ഇവിടെയും ഈ പറയുന്ന പോലെ തന്നെ ഒരു 30-35 മിനിറ്റ്സ് നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ലിറ്ററലി ടയേർഡ്. കുറേ നേരം വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ചൂട് കൊണ്ട് കാറ് പോന്നു. അപ്പം എല്ലാം കൊണ്ടും എന്താ പറയുക, ബാറ്ററി ഫുള്ളി ഡൗൺ ആയി.
ഇനി നെക്സ്റ്റ് എൻ്റെ കാറിൻ്റെ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പോകണം, കാറ് നോക്കണം. ഞാൻ ചത്ത് ഇനി വീട്ടിൽ പോയിട്ടൊന്ന് കിടന്നാൽ മതി എന്നായി. പണിയെടുക്കുന്നത് ഇസ് വെരി ഡിഫിക്കൽട്ട്. നമ്മൾ 1-2 കാറ് നോക്കി വെച്ചത് ഡുബിസലിലായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള ഒരു കാറ് നമുക്ക് പോയി നോക്കാനുണ്ടായിരുന്നത് സൂക്കൽ ഹറാജിലായിരുന്നു, ഷാർജയിൽ തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ പോയി നോക്കുമ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും കാറ് മാത്രമേ കാണാനുണ്ടായിട്ടുള്ളൂ. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ദിസ് ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് യൂസ്ഡ് കാർ മാർക്കറ്റ്സ് ഇൻ ഷാർജ. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ബഡ്ജറ്റിൽ വന്നിട്ടുണ്ടായിരുന്ന 2 കാറായിരുന്നു. രണ്ടും നോക്കിയപ്പോഴും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് കാറിനെ പറ്റി വലിയ അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടും ഇതിൻ്റെ മേജർ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്ന ആദ്യമായിരുന്നു. ചത്ത് വണ്ടി നോക്കി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. ഒരു മസ്തയും പിന്നെ ഒരു ഏതായിരുന്നു ആദ്യമായിട്ടാണ് ഈ വണ്ടികളുടെ പേര് പോലും അറിയുന്നത്. അങ്ങനെ ഞാനാണ് വണ്ടി മേടിക്കാൻ പോകുന്നത്. മസ്ത വാസ് നൈസ്. ഇനി 1-2 ഓപ്ഷൻസും കൂടി നോക്കി വെച്ചിട്ട് ഇന്നത്തേക്ക് ഇത് മതി. എനിക്കിനി എന്നെ കൊണ്ട് വയ്യ. ഞാൻ ലിറ്ററലി എൻ്റെ ഉള്ളിലുള്ള സാധനം ഇങ്ങനെ മെൽറ്റായി പോകുന്നൊരു ഫീൽ ചെയ്യും എനിക്ക്. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് പോകണം. ഇന്നത്തെ കലാപരിപാടികൾ കഴിഞ്ഞു. എനിക്ക് വയ്യ. ഡെഡ്. അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോകണം. ആൻഡ് ടുഡേ ഐ വിൽ ബി മേക്കിംഗ് ഡിന്നർ ഫോർ ഡാഡി. കഴിഞ്ഞ ദിവസം ഇങ്ങനെ മിന്നു പറയണ്ടായിരുന്നു ഇങ്ങനെ പാസ്ത കഴിക്കണം. അപ്പോൾ മൈ പാസ്ത ഇസ് വെരി ഫേമസ് ഫോർ. അപ്പോൾ ഞാൻ വെച്ചൊന്ന് പാസ്ത ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ഇനി അതിൻ്റെ കുറച്ച് സാധനം വാങ്ങണം, ഗ്രോസറി. സോ യെസ്, ദാറ്റ്സ് ദ ഫൈനൽ സ്റ്റോപ്പ് ഫോർ ടുഡേ. ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വെച്ചിട്ട് ആദ്യം ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ഫുഡാണ് ഈ പെന്നെ ആൽഫ്രെഡോ ചിക്കൻ പാസ്ത. ഞാനിതൊരു റെഡ് സോസ് പാസ്ത ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് മേജറായിട്ട് അറിയുന്നതും ഇത് മാത്രമാണ്. അപ്പോൾ ഇത് മിന്നൂനും ആദിക്കും ഇഷ്ടപ്പെട്ടു. അച്ഛനെ കാര്യമായിട്ട് അങ്ങോട്ട് ബോധിച്ചില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാസ്തയൊക്കെ കഴിച്ചു. പിന്നെ എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ഷാറൂഖ് ഖാൻ്റെ പടം കണ്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം എന്താ പറയുക കംപ്ലീറ്റ് ആവാത്ത പോലെയായിരുന്നു. ഈ പടമാണെങ്കിൽ ഓരോ തവണ കാണുമ്പോഴും എനിക്ക് അത്ര ഇഷ്ടമാവുക. ഇത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവി ലിസ്റ്റിലുള്ളൊരു പടമാണ്. പിന്നെ ഇതിൻ്റെ അവസാനത്തെ സീനിൻ്റെ സൽമാൻ ഖാൻ കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരയും, അത് നിർബന്ധം. കരച്ചിലും വിളിച്ചിലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാനായി. അങ്ങനെ ഇന്നത്തെ സാറ്റർഡേ ഇവിടെ കഴിഞ്ഞു. അയ്യോ മാച്ചി. ടുഡേ ഈസ് ഡേ 2 ഓഫ് മൈ കാർ ഹണ്ടിങ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പോവാണ്. അപ്പോൾ ഞങ്ങൾ മാച്ചി ട്വൈനിങ് എന്താ ഗപ്പിൾ ഗോൾസ് ആക്കിയിട്ട് എൻ്റെ കാറ് നോക്കാൻ പോവാം. അപ്പോൾ ഇന്നലെ കണ്ടത് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ സെക്കൻഡ് ഹാൻഡാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഓൺ ദ എക്സ്പെൻസീവ് സൈഡ് ഫോർ എ സെക്കൻഡ് ഹാൻഡ് എന്ന് തോന്നി. അപ്പോൾ ഇന്ന് വേറെ 2-3 ഓപ്ഷൻസ് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള ഒരു കാറും കൂടി നോക്കാൻ പോയിന്ന്. എനിക്ക് ഒരു പുതിയ കാറൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഇത് ഓടിച്ച് പഠിച്ചിട്ട് ആദ്യം പഴയ കാറിൽ ഓടിച്ച് പഠിച്ചിട്ട് പുതിയ കാർ വാങ്ങിച്ചിരുന്ന പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് ഞാൻ ഇത് കുറെ കുഴിയായി കേരളത്തിലെത്തിയ കുണ്ടും കുഴിയുള്ള റോഡ്. കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. അപ്പോൾ ഇതിനകത്ത് ഓടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് പുതിയ ബ്രാബസ് മേടിച്ചിരുന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതുകൊണ്ട് കാറ് നോക്കാൻ പോവാം. എവിടെ പോകുന്നത്? നാദിൽ ഷിബയിലാണ് നമ്മൾ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് എനിക്കിനി എൻ്റെ കൊളീഗ്സിൻ്റെ കൂടെ ഒരു ലഞ്ച് പരിപാടിയുണ്ട്. എല്ലായിടത്തും കാറ് പോയി നോക്കുമ്പോൾ ഈ ബോണറ്റ് ഇങ്ങനെ പൊക്കി നോക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടെ. പിന്നെ ഏതോ സിനിമയിൽ ആരോ പറഞ്ഞ പോലെ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നു, അപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നു, ആ ഒരവസ്ഥയാണെന്ന് തോന്നുന്നു. കാറ് കണ്ടു, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. എക്കോ സ്പോർട്ടാണ്, നല്ല ബ്ലൂ കളറിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ അത് എടുക്കലുണ്ടാവൂല മിക്കവാറും. കാരണം എന്തായിരുന്നു, അമേരിക്കൻ ഇമ്പോർട്ട് GCC സ്പെക്കോ അങ്ങനെ എന്തൊക്കെ ഒരു സംഭവമായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഡിജിറ്റൽ ക്ലസ്റ്ററിലൊക്കെ എല്ലാം ഇൻസ്റ്റെഡ് ഓഫ് കിലോമീറ്റേഴ്സ് പെർ അവർ, നമ്മളുടെ ഇവിടെയൊക്കെ കിലോമീറ്റേഴ്സ് പെർ അവർ ആണ്. പക്ഷേ അത് US ഇമ്പോർട്ട് ആയതുകൊണ്ട് അതിൻ്റെ ക്ലസ്റ്ററിൽ ബി മൈൽസ് പെർ അവർ. സോ അതിവിടെ നമുക്ക് സെറ്റ് ആവില്ല. എനിവേസ് ഇറ്റ്സ് പോയിന്റ്ലെസ്. അപ്പോൾ ആ കാറ് നമ്മൾ എടുക്കുന്നതല്ല. ഇനി അടുത്തൊരു കാറും കൂടി ഉണ്ടെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നത് മനസ്സ് പറയണം, കാരണം അത് മോളുടെ പേരിന് പറ്റിയ വണ്ടിയാണ്. അതെന്താന്നുള്ളത് നമ്മൾ സർപ്രൈസ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും.
വീട്ടിൽ പോയി ചെറിയൊരു ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടായിരുന്നു ഞാൻ ലഞ്ചിന് പോയിട്ടുണ്ടായിരുന്നത്. അർസലാൻ എന്ന് പറഞ്ഞിട്ട് കരാമയിലുള്ളൊരു റെസ്റ്റോറൻറ്റിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്ര ആളുണ്ടായില്ല, കുറേ ആൾക്കാർക്ക് ചേഞ്ച് ഓഫ് പ്ലാൻസ് ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്ക് തന്നെ 3 ആൾക്കാർ സൈഡായിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന സൗണ്ട് കേട്ടിട്ടായിരുന്നു സാഷയും കൊക്കോയും ചെറുതായിട്ടൊന്ന് തലപൊക്കി നോക്കിയിട്ടുണ്ടായത്. വീഡിയോൻ്റെ തുടക്കത്തിൽ ആദ്യം പറഞ്ഞില്ലേ എനിക്ക് പറ്റിയ കാർ കൊണ, അതാണിത്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ കൊണ എന്നാണോ കോണാന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നല്ല കാറായിരുന്നു ഇതും. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സും നല്ല കംഫർട്ടബിളും നല്ല സ്പേഷ്യസും ആയിട്ടുണ്ടായിരുന്നു. ഓടിക്കാൻ സുഖം. പക്ഷെ ഓടിക്കുന്ന വീഡിയോ എന്നോട് എടുക്കാൻ പറഞ്ഞു. കാറ് കണ്ടിട്ട് അത്ര തൃപ്തനായിരുന്നില്ല ആദ്യം. അപ്പം മൈൻഡ് ഒന്ന് കൂളാക്കി ഞങ്ങളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ യൂഷ്വലി JVCയിൽ ചായ കുടിക്കാൻ പോകുന്ന സ്പോട്ടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു കുട്ടി പെറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു. കുറേ കാലമായിരുന്നു കൊക്കോനും സാഷയ്ക്കൊക്കെ എന്തെങ്കിലും മേടിച്ചിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കതൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടില്ല. JVCയിൽ ഞങ്ങളുടെ സ്ഥിരം ചായയുടെ സ്പോട്ടാണ് സ്മാർട്ട് കുക്ക്. നല്ല ഫുഡുമാണ് ഇവിടെ. അങ്ങനെ ചില്ലുകുട്ടിൽ നിൽക്കുന്ന 2-3 രതീഷിനെയൊക്കെ ഞങ്ങളുടെ അടുത്ത് വീട്ടിലേക്ക് പോയി. സാഷേനേക്കാളും കുറച്ചും കൂടി പ്ലേഫുള്ളാണ് കൊക്കോ. അപ്പോൾ കൊക്കോന് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ടോയ് മേടിച്ചിട്ടുണ്ടായിരുന്നു. You look so good. You look so handsome. കണ്ണട മേടിച്ചത് കൊക്കോനാണെങ്കിലും സാഷയ്ക്കായിരുന്നു അതിട്ടിട്ടൊരു ഫുൾ മാഫിയ ലുക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ വീക്കെൻഡും കഴിഞ്ഞു. എത്ര പെട്ടെന്ന് ഒരു സാറ്റർഡേ സൺഡേ പോകുന്നത്. അങ്ങനെ ഇന്ന് പോയ പരിപാടികളൊക്കെ കഴിഞ്ഞു. കാറുകൾ എനിക്ക് തോന്നുന്നു ഒരു 3-4 എണ്ണമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കാറിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യമാണ് ഡിസിഷൻ മേക്കർ. ആൾക്ക് പക്ഷേ ഒന്നിനോടും അങ്ങനെ വലിയൊരു താല്പര്യം തോന്നിയിട്ടില്ല. ആദ്യം ഏറ്റവും ടൈം എടുത്ത് എന്താ പറയുക ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ഫുഡും പിന്നെ ഒന്ന് കാറും. അപ്പോൾ കാറിനകത്ത് ഇതൊരു ഡിസിഷൻ വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു മാസം അല്ലെങ്കിൽ അടുത്ത മാസമെല്ലാമായിട്ട് നമുക്ക് എന്തെങ്കിലും ഫൈനലൈസ് ആക്കണം ഹോപ്പ്ഫുള്ളി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഒരു എന്താ പറയുക ഒരു സംഭവ ബഹുലമായ ഒരു വീക്കെൻഡ്. അപ്പോൾ ഇനി പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ഭയങ്കര ക്ഷീണവും എനിക്ക് ചെറുതായി ഞാൻ തലവേദനയൊക്കെ വരുന്ന പോലെ. അപ്പോൾ ഞാൻ വേദന പോയിട്ട് സൈഡാവട്ടെ. സോ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ till we meet another time with another video, take care.